എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ മുന്നോടിയായിട്ടുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിലേക്കുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളും ഈ ഒരു ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ പുതുതായിട്ട് രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. ജനറൽ കാറ്റഗറിക്ക് ഏകദേശം 600 രൂപയോളമാണ് ഫീസ് വരിക. LBScenter.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് താഴെയായിട്ട് അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സസ് 2024-25 ഇൻ ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സ് എന്നിങ്ങനെ ഉള്ള ഒരു ഓപ്ഷൻ, അതായത് സർക്കുലർ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാനായിട്ട് സാധിക്കുക. അതായത് അഡ്മിഷൻ ടു DPharm, അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസ് 2024 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ ഈ ഒരു വിവിധ കോഴ്സുകളിലേക്കുള്ള, അതായത് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ് നിലവിൽ ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അതായത് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഈ ഒരു നഴ്സിംഗിന് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ആയിരുന്നാൽ കൂടിയും ഈ ഒരു ഡിപ്ലോമ കോഴ്സിലേക്കുള്ള അപേക്ഷ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. ഒക്ടോബർ 15 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുക. അപ്പോൾ ജനറൽ കാറ്റഗറിക്കും അതുപോലെ സർവീസ് കാൻഡിഡേറ്റ്സിനും 600 രൂപയാണ് ഫീസ് വരിക. SC/ST വിഭാഗത്തിന് 300 രൂപയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് ഇനത്തിൽ വരുന്നത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സയൻസ് വിഭാഗത്തിൽ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിച്ചവർക്കാണ് ബാക്കിയുള്ള കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. എന്നാൽ ഈ ഒരു ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സിലേക്ക് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചവർക്ക് കൂടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ടെൻറ്റേറ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ടെൻറ്റേറ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പരിശോധിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 15 വരെയാണ് ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ പിന്നീട് വിദ്യാർത്ഥികളുടെ ഈ ഒരു അക്കാദമിക് ആൻഡ് പേഴ്സണൽ ഡാറ്റാസും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഡാറ്റ രജിസ്ട്രേഷൻ ഈ ഒരു സെപ്റ്റംബറിലെ ഒക്ടോബർ 15 വരെയാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ, അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 17 അതുപോലെ തന്നെ പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡാറ്റ വെരിഫിക്കേഷന് ശേഷം പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു നവംബർ 1 നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ തെറ്റുകൾ നവംബർ 6 വരെ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ്, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഈ ഒരു നവംബർ 13 നവംബർ 15 ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഈ ഒരു നവംബർ 15 മുതൽ 18 വരെയും ട്രയൽ അലോട്ട്മെൻറ്റ് 19 നവംബർ 19 ആണ് വരിക. ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള അവസരം നവംബർ 19 മുതൽ 20 വരെയും. ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റിന് ശേഷമുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നവംബർ 21 പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനും ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുമുള്ള സൗകര്യം ഈ ഒരു നവംബർ 25 വൈകുന്നേരം 5 മണി വരെയും. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് നവംബർ 27 നവംബർ 29 വരെ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനും ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുമുള്ള സൗകര്യം ലഭ്യമായിരിക്കും. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ഡിസംബർ 2 ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിസംബർ 2 മുതൽ 3 വരെ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതും ഡിസംബർ 2 മുതൽ 5 വരെയുള്ള തീയതിക്കുള്ളിൽ 1 മുതൽ 3 വരെയുള്ള അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നേടാവുന്നതും ആണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അപേക്ഷയ്ക്ക് മുമ്പായിട്ട് ഈ ഒരു അപേക്ഷയ്ക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സുകൾ വേണം എന്നത് സംബന്ധിച്ചുള്ള ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യമുണ്ടെങ്കിൽ ആ ഒരു ആനുകൂല്യം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ, അതുപോലുള്ള മറ്റ് ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സ്പോർട്സ് കോട്ട സീറ്റിലേക്ക് അപേക്ഷിക്കുന്നവർ ഓൺലൈനായിട്ട് സമർപ്പിച്ച അപേക്ഷയുടെയും പ്രിൻ്റ് ഔട്ട് സഹിതം കേരള, അതായത് സ്റ്റേറ്റ് സെക്രട്ടറി ഈ ഒരു കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ, തിരുവനന്തപുരം 695001 എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പണത്തിൻ്റെ അവസാന തീയതിക്ക്, അതായത് ഈ ഒരു ഒക്ടോബർ 15 നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതാണ്. അല്ലാതെ പക്ഷം സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്ക് പരിഗണിക്കപ്പെടുന്നതല്ല. അതുപോലെ തന്നെ പേഴ്സണൽ ഡിസബിലിറ്റീസ് ഉള്ള വിദ്യാർത്ഥികളും ഇതേ രീതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പാലിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. നിങ്ങൾ ജനിച്ച സ്ഥലം കേരളത്തിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നിങ്ങൾ കേരളത്തിലല്ല ജനിച്ചതെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അതല്ല എന്നാണെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ, അതായത് രക്ഷിതാക്കൾ ആരെങ്കിലും കേരളത്തിലാണ് ജനിച്ചത് അല്ലെങ്കിൽ ജോലി കേരളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വില്ലേജ് ഓഫീസിൽ നിന്ന് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതിനോടൊപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടും. അതുകൂടി അതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഇൻസ്ട്രക്ഷൻസും കൃത്യമായിട്ട് പാലിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു
നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളൊക്കെ വാലിഡിറ്റി കഴിയാത്തതും പുതിയതുമാണ് എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തുക. കാരണം ചില സർട്ടിഫിക്കറ്റിന് 3 വർഷ കാലാവധി ഉണ്ടെങ്കിൽ ചില സർട്ടിഫിക്കറ്റിന് ഏകദേശം 1 വർഷ കാലാവധി മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു വാലിഡിറ്റി കഴിയില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഈ ഒരു അപേക്ഷയ്ക്ക് ശേഷം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റും മറ്റ് കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്തേക്ക് നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റുകളുടെ കാലാവധി കഴിയില്ലല്ലോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് നോക്കാം. DPharm, DHI, അതുപോലെ തന്നെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി, അതുപോലെ റേഡിയോളജിക്കൽ ടെക്നോളജി DRT, ഓഫ്താൽമിക് അസിസ്റ്റൻറ്റ് DOA, ദന്തൽ മെക്കാനിക്സ് DMC, ദന്തൽ ഹൈജീനിസ്റ്റ് DHC, ഓപ്പറേഷൻ തിയേറ്റർ ഇൻ അനസ്തേഷ്യ ടെക്നോളജി, കാർഡിയോവാസ്കുലാർ ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, എൻഡോസ്കോപ്പിക് ടെക്നോളജി, ഡെൻ്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻറ്റ്, റെസ്പിറേറ്ററി ടെക്നോളജി, ഈ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നോളജി എന്നിങ്ങനെയൊക്കെയുള്ള ഡിപ്ലോമ കോഴ്സുകളിലേക്കാണ് ഈ ഒരു നിലവിൽ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് യോഗ്യത എന്നുള്ള കാര്യം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, ബയോളജിക്ക് പകരം മാത്തമാറ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ ഇതിലേക്ക് പരിഗണിക്കും. അതുപോലെ VHSC ഗ്രൂപ്പ് എയും ബിയും മാത്രമേ തത്തുല്യ പരീക്ഷയായിട്ട് DPharmന് പരിഗണിക്കുള്ളൂ. ഗ്രൂപ്പ് എ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അതുപോലെ NCERT സിലബസ് ആയിരിക്കണം. ഗ്രൂപ്പ് ബി ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ ബയോളജി ഇവ NCERT സിലബസിൽ ഉള്ളത് ആയിരിക്കണം എന്നിങ്ങനെയൊക്കെയുള്ള നിബന്ധന പ്രത്യേകിച്ച് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കോഴ്സുകൾക്കും എന്തൊക്കെയാണ് യോഗ്യത എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു നിബന്ധനകളും അതുപോലെ തന്നെ യോഗ്യതകളും കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ ഇതിൽ പറഞ്ഞ പ്രകാരമുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെപ്റ്റംബർ, അതായത് 24 മുതലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു സെപ്റ്റംബറിൽ ഒക്ടോബർ 15 വരെ ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് നൽകാം. അപേക്ഷ ഓൺലൈനായിട്ട് നൽകുന്നത് വളരെയധികം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ നൽകുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാവിധ റിസർവേഷൻ ഡോക്യുമെൻറ്റുകളും അതുപോലെ SSLC, +2 അതുപോലുള്ള മറ്റ് ആധാർ കാർഡ് അതുപോലെ ഇമെയിൽ ID, ഫോൺ നമ്പർ എന്നിവയൊക്കെ ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻസിൻ്റെയും സ്കാൻ ചെയ്ത കോപ്പികൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. കാരണം അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നേറ്റിവിറ്റി, അതുപോലെ ഇൻകം, അതുപോലെ തന്നെ മറ്റ് റിസർവേഷൻ, NRI കോട്ട ഇതുപോലുള്ളവയൊക്കെയുള്ള റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിൽ അപേക്ഷയ്ക്ക് ആവശ്യമുള്ളതും നിങ്ങൾക്കുള്ള റിസർവേഷൻ ആവശ്യമുള്ളതുമായിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സുകളും തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെയൊന്നും വാലിഡിറ്റി കഴിയാത്ത സർട്ടിഫിക്കറ്റുകളാണ് ഉള്ളത് എന്നുള്ളതും പ്രത്യേകം ഉറപ്പുവരുത്തുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് നൽകിയ ശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിന്നീട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെയുള്ള ബേസിക് ഡീറ്റെയിൽസ് കൃത്യമായി നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ IDയും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് ഇതുപോലുള്ളവയൊക്കെ കൃത്യമായിട്ട് ലഭിക്കും. പിന്നീട് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ആ ഒരു ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് നൽകിയ ശേഷമാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്. അതിനുശേഷം പിന്നീട് ലോഗിൻ ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കി സ്റ്റെപ്പുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ബാക്കി സ്റ്റെപ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു അതായത് ഓപ്ഷൻ രജിസ്ട്രേഷന് മുന്നോടിയായിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് അതുപോലെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കൽ എന്നിങ്ങനെയൊക്കെയുള്ള വിവിധ ഡീറ്റെയിൽസുകളാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് അതായത് ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നൽകി എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ നൽകുന്ന ഡീറ്റെയിൽസുകളൊന്നും തെറ്റിപ്പോവരുത്. അതുപോലെ നിങ്ങളുടെ പേര്, അതുപോലെ മൊബൈൽ നമ്പർ, പിൻകോഡ്, അതുപോലെ നിങ്ങളുടെ പേരിൻ്റെ സ്പെല്ലിങ്, നിങ്ങളുടെ രക്ഷിതാക്കളുടെ പേരിൻ്റെ സ്പെല്ലിങ് ഇവയൊക്കെ ഇതിൽ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പേരുകളോ അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിൽസോ സ്പെല്ലിങ്ങുകളോ അല്ലെങ്കിൽ അഡ്രസ്സോ ഒന്നും തെറ്റിയിട്ടില്ല എന്നുള്ളത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യും മുമ്പായിട്ട് അല്ലെങ്കിൽ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യും മുമ്പായിട്ടൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെൻറ്റുകൾ കൃത്യമായിട്ട് അതിന് പേരിട്ട് സേവ് ചെയ്യുക. കാരണം അഥവാ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മാറിപ്പോവരുത്. കാരണം പല വിദ്യാർത്ഥികൾക്കും മാറിപ്പോവാറുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്ത ശേഷം നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഇതൊരു ഡിപ്ലോമ കോഴ്സാണ്. 3 വർഷ കാലാവധിയാണ് ഉണ്ടാവുക. 3-3.5 വർഷം അല്ലെങ്കിൽ 2.5 വർഷം ഒക്കെ കാലാവധിയുള്ള കോഴ്സുകളാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ സെപ്റ്റംബറിൽ ഒക്ടോബർ 15 വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ